നമ്മളെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം കേട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്തേക്ക് പോകും അല്ലെ? അപ്പോഴേക്കും നമുക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുവരണം. അസുഖം അതിന്റെ ശേഷമല്ലേ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുള്ളൂ. അസുഖം വരാതിരിക്കാൻ ആരെങ്കിലും ഡോക്ടറെ അടുത്തേക്ക് പോകാറുണ്ടോ? ഇല്ല. നമ്മളിപ്പോ ചെയ്യുന്ന പല പ്രവൃത്തികൾ കൊണ്ട് നമ്മളെ ചില കോശങ്ങളുണ്ടല്ലോ, ശരീരം ഒന്നായിട്ട് കോശങ്ങളാണ്, കോടിക്കണക്കിന് കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ കോശങ്ങൾക്ക് പല കോശങ്ങൾക്കും തകരാറുകൾ വരും. ഈ തകരാറുകൾ വന്ന കോശങ്ങള് അടിഞ്ഞുകൂടാൻ തുടങ്ങും. അടിഞ്ഞുകൂടി ഇത് വലിയൊരു മാസായി മാറുമ്പോഴാണ് രോഗമായിട്ട് ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് വരിക. അതുവരെ ഇത് പുറത്തേക്ക് കാണിക്കൂല. ഈ കേടുവന്ന കോശങ്ങളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. ചെയ്യാനുള്ളത് മുഴുവൻ നമ്മളെ ശരീരത്തിലെ ഓരോ പ്രകൃതിയിൽ ഉണ്ടാക്കിയ ഓരോ രോഗത്തിനും പ്രകൃതിയിൽ തന്നെ പ്രതിവിധി ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്തെല്ലാം ഇവിടെ അസുഖങ്ങളുണ്ടോ അതിനുള്ള പ്രതിവിധി പ്രകൃതി തന്നെ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന കേടുപാടുകൾക്കുള്ള പ്രതിവിധി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. 10:30 മണിക്ക് നിങ്ങൾ കിടന്നുറങ്ങിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ആ കേടുവന്ന കോശങ്ങളെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെക്കാനിക് കോശങ്ങൾ എന്ന് പറയുന്ന കുറച്ച് വിഭാഗം കോശങ്ങളുണ്ട്. അത് റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യും എന്നാ പറയുന്നത്. പക്ഷെ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഉറങ്ങണം. ഉറങ്ങിയാൽ മാത്രമേ അവരുടെ ഡ്യൂട്ടി ടൈം അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആളുറങ്ങിയാ? എവിടെ? 1 മണിയായിട്ട് ഉറങ്ങിയാ? ഇല്ല. 3 മണി വരെയാണ് ഡ്യൂട്ടി ടൈം, 10 മുതൽ 3 മണി വരെ. ആ സമയത്തിന്റെ ഇടയ്ക്ക് ഉറങ്ങിയാൽ മാത്രമേ അവർ പ്രവർത്തിക്കുള്ളൂ. 6 മണിക്കൂർ ഏകദേശം ജോലി സമയമുള്ള അവർക്ക് ചിലപ്പോൾ നമ്മൾ 12 മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അവർക്ക് ആകെ 3 മണിക്കൂർ സമയം കിട്ടുള്ളൂ. ശരീരം മുഴുവൻ ഓടി നടന്ന് അവരതിനെ റിപ്പയർ ചെയ്യും. പക്ഷെ നമ്മൾ ഉറങ്ങണം.